Hi, welcome to Pets and Crafts. This is Anju. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് സാധാരണത്തെ പോലെ ബോട്ടിലിന്റെ പുറത്തോ പെയിന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്ലേ യൂസ് ചെയ്തിട്ടോ ഉള്ള ഒരു ആർട്ടല്ല. അതിന് പകരം ചെറിയൊരു ബോട്ടിൽ ഇതുപോലെ ഒരു മിനിയേച്ചർ ടെറേറിയം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമുക്ക് വീഡിയോ കാണാം ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ട്രിക്ക് കാണിക്കാം. പോളിമർ ക്ലേ യൂസ് ചെയ്തിട്ടുള്ള എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇത്. പോളിമർ ക്ലേ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പോരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാതും സ്മോൾ പീസസ് ആക്കുക. ഏറ്റവും ചെറുത് എത്രയും ആക്കാൻ പറ്റുമോ അത്രയും ചെറിയ പീസസ് ആക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ഓയിൽ, വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രേഗ്രൻസ് ഇല്ലാത്ത ഓയിൽ, പക്ഷേ എൻ്റെ കയ്യിൽ ആൽമണ്ട് ഓയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അതാണ് യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് സോഫ്റ്റായിട്ട് വരും. ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇത് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ന്യൂട്രലേൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഗ്ലാസ് ജാറ് ഞാൻ നെയിൽ പോളിഷ് റിമൂവറിൻ്റെ പാഡ് വെച്ചിട്ട് ക്ലീനാക്കി. അതുപോലെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തിട്ട് ഇങ്ങനൊരു ബോട്ടിലിൻ്റെ അടപ്പിൽ ഇങ്ങനൊരു ബേസ് ഉണ്ടാക്കി. ആ ബേസ് വെച്ചാലും ബോട്ടിൽ വെക്കാൻ തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യണ ഈ വയർ ഇതേപോലെ ചെറിയ പീസ് എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയൊരു ഇതുണ്ടാക്കാം. എന്നിട്ട് എയർ ഡ്രൈ ക്ലേൻ്റെ ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് അതാ നമ്മൾ ആ നൂൽക്കമ്പി അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ആവണം. ഇത് എയർ ഡ്രൈ ക്ലേ ഉണങ്ങുമ്പോൾ ഷ്രിങ്ക് ആയാലും കുഴപ്പമില്ല. നമ്മൾ അതിൻ്റെ മുകളിൽ പോളിമർ ക്ലേ വെക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 3 എണ്ണം ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ ചെയ്യാം. ഇനി ഇതുപോലെ പോളിമർ ക്ലേ എടുത്തിട്ട് നമ്മൾ അതിനെ ഇതേപോലെ ഒരു സിലിണ്ടർ ഷേപ്പ് ആക്കിയിട്ട് ആ വയർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഈ മഷ്റൂമിൻ്റെ ബേസ് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പിങ്ക് കളറിലുള്ള പോളിമർ ക്ലേ എടുത്തിട്ട് മഷ്റൂമിൻ്റെ മുകളിലുള്ള പോർഷൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ടൊരു സർക്കിൾ ഉണ്ടാക്കിയിട്ട് മോഡലിംഗ് ടൂള് വെച്ചിട്ടാക്കുകയാണ് നല്ലത്. കുറച്ച് റൗണ്ട് ആയിട്ടുള്ളൊരു മോഡലിംഗ് ടൂള് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാപ്പ് പോലെ ഉണ്ടാക്കാം. പോളിമർ ക്ലേയും എയർ ഡ്രൈ ക്ലേയും ഒരിക്കലും അറ്റാച്ച് ആവില്ല. പോളിമർ ക്ലേ ഒരു ഓയിൽ ബേസ്ഡ് ക്ലേ ആണ്. എയർ ഡ്രൈ ക്ലേ വാട്ടർ ബേസ്ഡ് ക്ലേ ആണ്. അപ്പോൾ ഇത് ഒരിക്കലും അറ്റാച്ച് ആവില്ല. പക്ഷെ നമുക്കിത് രണ്ടും ഡ്രൈ ആയാൽ മതി. നമ്മളിപ്പോൾ ഇത് ഞാൻ വേറെ ഗ്ലൂവോ ഗമ്മോ ഒന്നും യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യണമൊന്നുമില്ല. ഇങ്ങനെ ഈ ചെറിയ മഷ്റൂമിലേക്കൊക്കെ ഞാൻ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ മഷ്റൂംസിനെ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ചെയ്യണത് ഒരു മോഡലിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ ഈ മഷ്റൂമിൻ്റെ താഴെ ഇങ്ങനെ കുറച്ചൊരു ടെക്സ്ചർ ഉണ്ടാവില്ലേ, ഒരു ഇതുപോലെ ലൈനായിട്ട്. അപ്പോൾ അത് ഇതേപോലെ ഈ ഗ്രേ കളറിലേക്കും ഈ പിങ്ക് കളറിലേക്കായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഞാനിതിൽ ഗ്രാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ ട്രിക്കാണ്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കളേഴ്സ് എടുത്തിട്ട് അതിന് ചെറിയ പീസസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ കൂടുതൽ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടും ഇങ്ങനെ ഇടകലർത്തി വയ്ക്കുമ്പോൾ ഒരു ഷെയ്ഡ് പോലെ വരും. അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബേസിന് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലെയറും കൂടി എയർ ഡ്രൈ ക്ലേ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലെ ഗ്ലാസ് ജാർ അടയണം. ആ ഒരു രീതിയിൽ വേണം വെക്കാൻ. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ മഷ്റൂമിൻ്റെ താഴെയിട്ട് ഇങ്ങനെ കുറച്ച് ഗ്രാസ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബേസിലേക്ക് ഇത് ഫിക്സ് ചെയ്യാം. 3ഉം ഇതേപോലെ തന്നെ ഫിക്സ് ചെയ്യാം. ഞാൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മുടെ ക്വില്ലിംഗ് ടൂളാണ് യൂസ് ചെയ്തത്. അത് വെച്ചിട്ട് ഒരു ചെറിയ ഹോൾ എന്തെങ്കിലും പിന്നോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. അത് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. 3 ഇതേപോലെ ഹോൾ ഇട്ടിട്ട് ഫിക്സ് ചെയ്താൽ മതി, പെട്ടെന്ന് ഇരുന്നോളും. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തു. ബേക്ക് ചെയ്യണ വീഡിയോ ഞാൻ ഒരിക്കൽ കാണിച്ചു തരാം. അതിനുശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ ഗ്ലാസ് ലൈനർ വെച്ചിട്ട്, സിൽവർ കളർ ലൈനർ വെച്ചിട്ട് കുറച്ചിങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം, മഷ്റൂം പോലെ തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ്. ഇനി നമുക്കിതിൽ കുറച്ച് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ടെറേറിയം ആ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സാധനങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. നമുക്കിതിന് മുകളിൽ വെക്കാൻ ഗ്ലാസ് ജാർ 2 രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വെക്കാം, ഇല്ലെങ്കിൽ എൻ്റെ 2 ജാർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നിൽ ഒരു ബ്ലൂ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പഞ്ചിൽ കുറച്ച് ഗ്ലാസ് കളർ എടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. ഇത് രണ്ടായാലും 2 ഡിഫറെൻറ്റ് ലുക്കാണ്. ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് എടുത്തിട്ട് കുറച്ച് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബേസിലൊക്കെ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സ്റ്റോൺസൊക്കെ ഉള്ള പോലെ തോന്നാൻ വേണ്ടിയിട്ട് വെക്കാം. ശരിക്കും ടെറേറിയം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് മോസസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വയ്ക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ മഷ്റൂമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കാരണം ഞാൻ കുറച്ചിങ്ങനെ ബീഡ്സും കൂടി വെച്ചു, ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. ഞാനിതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള എന്താ പറയുക, ക്ലേ ഡ്രൈ ആവുമ്പോൾ അതിൽ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടാവില്ല, അതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നല്ല നാച്ചുറലായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഗ്ലാസ് ജാർ അടച്ചു. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത്. നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിനിയേച്ചർ ഗാർഡൻ പോലെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.